ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം 25 തരത്തിലുള്ള അക്വേറിയം ടോപ്പ് കവറുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അക്വേറിയം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം ഓരോ അക്വേറിയം ടോപ്പ് കവറുകളായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അക്വേറിയം ടോപ്പുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു A4 ഷീറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് ഫിഷിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ടോപ്പ് കവർ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ അക്വേറിയം ടോപ്പ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം സ്ക്വയർ ടൈപ്പിലാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് കവർ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ മുകൾ വശത്തായിട്ട് കുറെ കണ്ണികൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അപ്പൊ ഇതുവഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു അക്വേറിയം ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല വീടിന്റെ മേൽക്കൂര അല്ലെങ്കിൽ ഒരു റൂഫ് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ കോർണറിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു കോർണറിൽ നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മളുടെ മൂന്നാമത്തെ അക്വേറിയം ടോപ്പ് എന്ന് പറയുന്നത്. ഇതും ഇതിന് മുന്നേ കാണിച്ച അക്വേറിയം ടോപ്പുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ അടിയിലായിട്ട് ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ അക്വേറിയത്തിൽ ഈ ഒരു ടോപ്പ് കവറിനെ പിടിച്ചിരിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതായത് അറിയാതെ നമ്മുടെ കൈ വല്ലതും തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്വേറിയം ടോപ്പ് താഴെ വീഴാതെ ഈ ഒരു ലോക്ക് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡ് വ്യൂ ആണ് കാണുന്നത്. ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എല്ലാ വശങ്ങളും പ്ലെയിൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മളുടെ നാലാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു വി കട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ മെയിൻ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോർണറിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിന്റെ വൺ സൈഡിൽ മാത്രമായിട്ടാണ് ഈ ഒരു വി കട്ട് വരുന്നത്. ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ ഭാഗം ഉന്തി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ടോപ്പിന്റെ ഏകദേശം 3 വശങ്ങളിലായിട്ട് വി കട്ട് വരുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന അക്വേറിയം ടോപ്പുകളിൽ ഒന്നും ഒരു കളറും കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള കളറൂടെ കൊടുത്തെടുക്കുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് കാണാനായി സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ഒരു അക്വേറിയം ടോപ്പ് വളരെ മനോഹരമായിരിക്കും. ഇപ്പൊ കാണുന്നത് ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ്. ഏകദേശം 3 സൈഡുകളിലായിട്ട് ആ ഒരു വി കട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ആറാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിന് ഒരു തലയെടുപ്പ് വന്നത് ഇപ്പോഴാണ്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ 4 വശങ്ങളിലും വി കട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ മുകൾ വശത്തായിട്ട് ചെറിയൊരു പീസ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ എല്ലാ വശങ്ങളിലും നീല നിറത്തിൽ പെൻഡുലം പോലെ നമ്മൾ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഈ അക്വേറിയം ടോപ്പിന്റെ എല്ലാ വശങ്ങളും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ഏഴാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ചെറിയ സൈസിലുള്ള അക്വേറിയം ടോപ്പ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു അക്വേറിയം ടോപ്പ് തെരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് സൈഡ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ, അതായത് ഏകദേശം ഒരു ദീർഘചതുരാകൃതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. സൈഡിൽ നിന്നും അത്യാവശ്യം നല്ലൊരു ലുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. 4 സൈഡിൽ നിന്നും ചെറിയൊരു കൊമ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു അക്വേറിയം ടോപ്പ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എട്ടാമത്തെ അക്വേറിയം ടോപ്പ് ആണ്. അപ്പൊ ഈ ഒരു അക്വേറിയം ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഹാഫ് റൗണ്ട് മോഡലിലുള്ള അക്വേറിയം ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നതായിരിക്കും. സൈഡുകളിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് ഹാഫ് റൗണ്ട് മോഡലിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മുടെ 9ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഒരു അക്വേറിയം ടോപ്പിന്റെ മുകളിലായിട്ട് ചെറിയൊരു വീട് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതേപോലെയാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു അക്വേറിയം ടോപ്പിന് നമ്മൾ ജനലും വാതിലും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ആ വീട് ഇരിക്കുന്നിടത്ത് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. മാത്രമല്ല ആ വീടിന്റെ മേൽക്കൂരയ്ക്കൊക്കെ നമുക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് ഉള്ളത്. അപ്പൊ ഈ കാണുന്നത് ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ സൈഡ് വ്യൂ ആണ്. സൈഡിൽ നിന്ന് കാണാനും ഈ ഒരു അക്വേറിയം ടോപ്പ് വലിയ കുഴപ്പമില്ല. ഇനി ഇതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ 10ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ മുന്നേ കാണിച്ച അക്വേറിയം ടോപ്പിന്റെ സെയിം തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ മുന്നേ കാണിച്ച അക്വേറിയം ടോപ്പിന്റെ കണക്ക് ഡോറും വിൻഡോയും ഒന്നും ആവശ്യമില്ല എന്നുള്ളവർക്ക് ഈ ഒരു അക്വേറിയം ടോപ്പ് തെരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ വീട് പോലെ വന്നിരിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വന്നിരിക്കുന്ന അതേ സ്ട്രക്ചറിൽ തന്നെയാണ് താഴോട്ടും പോയിരിക്കുന്നത്. ഇനി ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. മുന്നേ കാണിച്ചതിന്റെ സെയിം തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇനി നമ്മുടെ
11ാമത്തെ അക്വേറിയം ടോപ്പാണ് ഈ കാണുന്നത്. ഏകദേശം 3 തട്ടായിട്ടാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് വന്നിട്ടുള്ളത്. അതായത് ഒന്നിനു മുകളിൽ മറ്റൊന്ന് എടുത്ത് വച്ച കണക്കുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കോർണറിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ എല്ലാ വശങ്ങളും ഒരുപോലെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഏത് വശത്തുനിന്ന് നോക്കിയാലും ഈ ഒരു അക്വേറിയം ടോപ്പ് കാണാൻ വളരെ മനോഹരമായിരിക്കും. ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മുടെ 12ാമത്തെ അക്വേറിയം ടോപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ്. ഇത് ഒരു വെറൈറ്റി മോഡലിലുള്ള ഒരു അക്വേറിയം ടോപ്പ് ആണ്. ഇതിന്റെ 4 സൈഡും സ്ലോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ മുകളിലായിട്ട് ചെറിയൊരു എയർ ഹോൾ വന്നിട്ടുണ്ട്. ഇതുവഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിഷുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 13ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് വി ഷേപ്പോട് കൂടിയുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു ഡിസൈൻ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ കൂടെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ദാ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം 13 തരം അക്വേറിയം ടോപ്പുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഒരു സീനറിക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബ്ലാക്ക് സ്റ്റോണുകളാണ്. ഒരേ കളർ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ച് ചെയ്തതാണ്. അപ്പൊ ഈ കാണുന്നത് 14ാമത്തെ അക്വേറിയം ടോപ്പ് ആണ്. അപ്പോൾ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് കുത്തനെ താഴോട്ട് വലിയൊരു സ്ലോപ്പ് വന്നിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ഫ്രണ്ടിലും സൈഡിലും ആയിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ മുൻവശം മുന്നിലോട്ട് ഉന്തി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഇനി വരുന്നത് നമ്മുടെ 15ാമത്തെ അക്വേറിയം ടോപ്പ് ആണ്. അപ്പൊ നമ്മുടെ 15ാമത്തെ അക്വേറിയം ടോപ്പിന്റെ ഫ്രണ്ട് സൈഡ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു വി കട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയൊരു വി ഷേപ്പിലുള്ള ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച അക്വേറിയം ടോപ്പിന്റെ ഏകദേശ സാമ്യമൊക്കെ വരുന്ന ഒരു അക്വേറിയം ടോപ്പാണ് ഇതും. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇനി നമ്മുടെ 16ാമത്തെ അക്വേറിയം ടോപ്പാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ 16ാമത്തെ അക്വേറിയം ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കുറെ വരകളൊക്കെ ചേർന്നിട്ട് ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ കോർണറിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും കുറെ സ്റ്റെപ്പുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കാണുന്നതെന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിന്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പൊ ഇനി നമ്മുടെ 17ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഈ ഒരു അക്വേറിയം ടോപ്പ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വലിയ സൈസിലുള്ള ഒരു അക്വേറിയം ടോപ്പ് ആണ്. അപ്പൊ ആ ഒരു അക്വേറിയത്തിന്റെ സൈസും ആ ഒരു ടോപ്പിന്റെ സൈസൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അത് എത്രത്തോളം വലിയൊരു ടോപ്പ് കവർ ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു വീട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 18ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഹൈറ്റ് ഒക്കെ കുറഞ്ഞ അത്യാവശ്യം ചെറിയ സൈസിലുള്ള ഒരു അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. നമ്മൾ മൂന്നാമത് കാണിച്ച അക്വേറിയം ടോപ്പിന്റെ സെയിം തന്നെയാണ് വരുന്നത്. കുറച്ച് ഹൈറ്റ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അക്വേറിയം ടോപ്പിന് ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു ടോപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്വേറിയം ടോപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്, ഹൈറ്റ് കൂടിയതോ കുറഞ്ഞതോ ഒക്കെ ആയിട്ട്. ഇനി നമ്മുടെ 19ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഇതൊരു ചൈനീസ് മോഡലിലുള്ള അക്വേറിയം ടോപ്പ് ആണ്. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അക്വേറിയത്തിന്റെ മുകളിലേക്ക് നേരെ എടുത്തു വെക്കുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചൈനീസ് മോഡലിലുള്ള അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇനിയുള്ളത് നമ്മുടെ 20ാമത്തെ അക്വേറിയം ടോപ്പ് ആണ്. ഇതും ചൈനീസ് മോഡലിൽ വരുന്ന ഒരു അക്വേറിയം ടോപ്പ് ആണ്. ഏകദേശം 3 ലെയർ ആയിട്ടാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് വരുന്നത്. ഇതിനും പ്രത്യേകിച്ച് കളറോ ഡിസൈനോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിനും പ്രത്യേകിച്ച് ലോക്കൊന്നും വരുന്നില്ല. നേരെ അക്വേറിയത്തിന് മുകളിലേക്ക് എടുത്തു വെക്കുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പും വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മുടെ 21ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് സൈഡിലായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കെച്ച് വെച്ച് കളറുകൾ കൊടുക്കുമ്പോൾ ഇത് വൃത്തികേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി കളറുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നേരെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഒരു അക്വേറിയം ടോപ്പ് ആണിത്. ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ 22ാമത്തെ അക്വേറിയം ടോപ്പ് ആണ് ഈ കാണുന്നത്. ഇതിനും ഒരു പ്രത്യേക ലുക്കാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് മേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണിത്. ഇത് നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. പിന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ പല സൈഡിൽ നിന്നും വ്യത്യസ്ത ലുക്കുകളാണ് വരുന്നത്. ഇനി ഈ ഒരു ടോപ്പിന് ചെറിയ രീതിയിലുള്ള റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭംഗി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അതേപോലെ തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ
തന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ടോപ്പിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. ഇനി നമ്മുടെ 23ാമത്തെ അക്വേറിയം ടോപ്പ് കവർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പ് കവറിന്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ടോപ്പ് കവർ എടുത്ത് മാറ്റാനായി സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് കവറിന്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് കവറിന്റെ ടോപ്പിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ 24ാമത്തെ അക്വേറിയം ടോപ്പ് കവർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ചെറിയ രീതിക്കുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്, അതായത് ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഒരു അക്വേറിയം ടോപ്പ് തന്നെയാണ് ഇത്. മേളിലും താഴെയായിട്ട് 2 തട്ടുകളുള്ള രീതിയിലാണ് ഈ ഒരു അക്വേറിയം ടോപ്പ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി നമ്മുടെ 25ാമത്തെ അക്വേറിയം ടോപ്പ് കവർ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇക്കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തെ അക്വേറിയം ടോപ്പ് ആണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ഹോം സെറ്റപ്പ് വരുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ദാ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇപ്പൊ കാണുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഈ ഒരു അക്വേറിയം ടോപ്പിന്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് പോലൊരു സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷുകൾക്ക് എളുപ്പത്തിൽ ഫുഡൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 25 തരത്തിലുള്ള അക്വേറിയം ടോപ്പുകൾ നിങ്ങൾക്ക് മുന്നിലായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏത് അക്വേറിയം ടോപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.